സമതലറ്റിയുള്ള പ്രകടനം ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കുറച്ച് ദിവസമായിട്ട് സമതല തെറ്റിയുള്ള പ്രവർത്തനം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം മുഖ്യമന്ത്രിയുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്നവരും കൂടി വരണം പ്രതിപക്ഷ നിരയിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സമനിലയുടെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അല്ലാതെ വെറുതെ ഞാൻ വെറുതെ ഇത് പറയട്ടെ എന്തെങ്കിലും കാര്യമുണ്ട്? തെറ്റ് പറയാനില്ല എന്നാണ് കടൽപ്പണി സുരേന്ദ്രൻ പറയുന്നത്. പക്ഷേ സോണിയാഗാന്ധി വലിയ വിഷയമായി അംഗങ്ങളുടെ പാർട്ടി ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ചേരാത്തൊരു പ്രശ്നമുണ്ട്. ഒരു ചേരാത്ത പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. അങ്ങേക്ക് തോന്നണമെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന് ചോദിച്ചാൽ അറിയാണ്ട്, ഞാൻ കേട്ടില്ല. ഒരു ചോദ്യം ചെയ്യല് കുഴപ്പമൊന്നുമില്ലല്ലോ, നടക്കട്ടെ. എനിക്കിട്ട അതെ ഇനിയുണ്ടോ? ഞാൻ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഇടപെടുന്ന അത്ര പോലും പ്രശ്നങ്ങളൊന്നും ഇടപെട്ടില്ല. പിന്നെ എന്തിനാണ് എന്നെ ഈ സമനില തെറ്റി എന്ന് പറയേണ്ട കാര്യം? കാശുള്ളവന് ഇതിനപ്പുറത്തെ പിന്തുണ കിട്ടും. ഇപ്പോ പി ആർ ഏജൻസ് എന്ന് പറയുന്ന ആരാണ്? നിങ്ങൾ മാധ്യമപ്രവർത്തകരാണോ? നിങ്ങളുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, എഴുതുന്നു. കോടികൾ ചെലവഴിച്ചാൽ മാത്രമല്ലോ പി ആർ ഏജൻസിനെ കൊണ്ട് ഓരോരുത്തർക്ക് സർവേ നടത്താം. ഇപ്പം എനിക്കൊരു വലിയ തുക ഉണ്ടെങ്കിൽ എനിക്ക് നാളെ സർവേ നടത്തിയിട്ട് ഇന്ന ഏജൻസി സർവേ നടത്തിയിട്ട് ഞാനാണ് ഏറ്റവും മുന്നേ നിൽക്കുന്നത് എന്ന് പറയാം. ഇത് ഏതെങ്കിലും ഗവൺമെൻറ് ഏൽപ്പിച്ച സർവേ ആണോ? ഔദ്യോഗിക സർവേ ആണോ? കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ സർവേ ആണോ? വേറെ ഏതെങ്കിലും സ്വതന്ത്ര വിശ്വാസമുള്ള സ്വതന്ത്ര ഏജൻസി നടത്തിയിട്ടുള്ള സർവേ ആണോ? തെരഞ്ഞെടുപ്പിൻ്റെ 2 മാസങ്ങൾക്ക് മുമ്പേ എനിക്കാണ് ഏറ്റവും വലിയ പിന്തുണ ഉള്ളതെന്ന് അങ്ങ് പ്രഖ്യാപിക്കും. പൊട്ടിച്ചെണ്ണി എണ്ണുമ്പോൾ മാത്രമേ നമ്മുടെ സ്വാധീനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. ഞാൻ VD സതീശൻ എന്നോട് ഞാൻ ചോദിച്ചില്ല. സാധാരണഗതിയിൽ സർവേയുടെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, സർവേ നടത്തുന്നതും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഇത്തരം പ്രചരണം നടത്തുന്നതെല്ലാം വൻപിച്ച കാശ് മുടക്കിയിട്ടാണ് നടത്തുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വയനാട് നടന്നിട്ടുള്ള അവരുടെ പ്രവർത്തക സമ്മേളനത്തിലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ സർവേ ഫലമൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏതെല്ലാം ഓർഗനൈസേഷൻ നമ്മൾ കേട്ടിട്ടില്ലാത്തല്ലോ, ഇന്ത്യയിലെ ഓരോ ഓർഗനൈസേഷനും UDF എത്ര, LDF എത്ര, BJP എത്ര എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയില്ലേ. സർവേ നടക്കും.